തിരുവനന്തപുരത്ത് വീടുകാരെയുള്ള ആക്രമണത്തിൽ എക്സൈസ് ജീവനക്കാരിക്കെതിരെ പോലീസ് കേസെടുത്തു. മലയൻകീഴ് പോലീസാണ് വിനീത റാണിക്കെതിരെ കേസെടുത്തത്. ബന്ധുവായ ഡോക്ടറാണ് വിനീതയ്ക്കെതിരെ പരാതി കൊടുത്തത്. സിജോ വിജോൺ കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എന്താണ് ഈ സംഭവം? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എക്സൈസിലെ ഉദ്യോഗസ്ഥയാണ് വിനീത റാണി. ഈ വിനീത റാണിയുടെ സഹോദരന്റെ ഭാര്യയാണ് ഈ ഡോക്ടറായിട്ടുള്ള സ്ത്രീ. പ്രത്യക്ഷ എന്നാണ് പേര്. ഈ വിനീത റാണി നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നതാണ്. അതിലൊരു മകനുണ്ട്. ഈ മകൻ ഇവരുടെ ഞാൻ ഈ പറഞ്ഞ പ്രത്യക്ഷയുടെ കൂടെയാണ് താമസിക്കുന്നത്. സഹോദരന്റെ ഭാര്യയുടെ അവരുടെ കൂടെയാണ്. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇവരുടെ ഒപ്പമാണ് താമസിക്കുകയും ചെയ്യുന്നത്. ഈ മകന് തിരുവനന്തപുരത്ത് MBBS ഒരു പഠനത്തിന് സീറ്റ് ലഭിക്കുന്നു. അവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് പഠനത്തിന് അഡ്മിഷൻ കിട്ടുന്നത്. അതിനുശേഷം ഈ കുട്ടിയോട് അവിടെ അഡ്മിഷൻ എടുക്കരുത്, ഗവൺമെന്റ് ഇതിൽ ഉള്ള ഓപ്ഷനിലുള്ള ഏതെങ്കിലും കോളേജിൽ ചേരണം, അതിനു വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നോക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ ആ കുട്ടിയും അതോടൊപ്പം തന്നെ ഈ പ്രത്യക്ഷയൊന്നും അതിന് തയ്യാറായില്ല. ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ വീട്ടിൽ കയറി ആക്രമിക്കുന്ന കാര്യത്തിലേക്ക് പോയത്. ഈ വിളവൂർക്കൽ സ്വദേശിയാണ് പ്രത്യക്ഷ. അവരുടെ വീട്ടിലെത്തിയാണ് ഈ വിനീത റാണി പ്രശ്നമുണ്ടാക്കുന്നത്. ആദ്യം തർക്കമുണ്ടായി, പിന്നീട് പറയുന്നത് മുറിക്കാതെ ബെഡ്റൂമിലേക്ക് കയറി ഈ പ്രത്യക്ഷയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് മുഖത്ത് ഇടിച്ചുവെന്നാണ് പറയുന്നത്. പോലീസിന്റെ FIR അത്തരത്തിലാണ് ഉള്ളത്. കുടുംബ പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എക്സൈസ് തന്നെ ഒരു ഉദ്യോഗസ്ഥയാണ് ഒരു ഡോക്ടർ കൂടിയായ ഒരു ബന്ധുവിനെ വീട്ടിൽ കയറി ആക്രമിച്ചിരിക്കുന്നത്. ശരി.